ഒരു സംവിധായകനും ഒരു സിനിമാറ്റോഗ്രാഫറും സംവിധായകൻ്റെ ക്യാമറ കണ്ണിലൂടെ കാണുകയാണ് ശരിക്കും ഛായാഗ്രാഹകൻ ചെയ്യുന്നത്. ഈ ഡിസ്കഷനിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? എത്രത്തോളം ഫുൾ ലെങ്ത് സ്ക്രിപ്റ്റും ഡിസ്കസ് ചെയ്യാറുണ്ടോ? മിക്കവാറും അതായത് അതിന് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. കാരണം ഇപ്പോൾ ടെക്നോളജി വരുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇംപ്രവൈസേഷൻ വരാം. അല്ല, മാത്രമല്ല ഇപ്പോൾ മുമ്പ് വന്നിട്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ക്യാമറമാൻ മാത്രമേ ഇത് കാണുന്നുള്ളൂ, ഈ ശരിക്കും ഈ ഫ്രെയിമിൽ. ബാക്കി ഫ്രെയിമിൽ എന്താ ഉണ്ടായിരുന്നെന്ന് വേറെ ആരും കാണുന്നില്ല. ക്യാമറമാൻ മാത്രമേ. സംവിധായകൻ പിക്ചറൈസേഷൻ അങ്ങനെ ആയിരിക്കും. മോണിറ്റർ. അതെ. അപ്പോൾ ഇപ്പോൾ മോണിറ്റർ വന്നപ്പോഴത്തേക്ക് എല്ലാം അവർക്ക് കാണാൻ പറ്റും. ഓരോ ചെറിയ പിഴവുകളും അല്ലെങ്കിൽ ഓരോ ചെറിയ ലൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫ്രെയിമിങ്ങിലോ അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റിലോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ സംവിധായകനും ക്യാമറമാനുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറഞ്ഞു വരുന്നു. കാരണം അടുപ്പവും കുറയുന്നുണ്ട്. കാരണം ഇവർ അകലെ ഇരുന്നിട്ട് ഒരു മോണിറ്ററിൽ ഇരുന്നിട്ടാണ് നോക്കുന്നത്. മുമ്പ് അങ്ങനല്ല. മുമ്പ് ക്യാമറയുടെ തൊട്ടടുത്ത് തന്നെ സംവിധായകനുണ്ടാകും. പക്ഷെ ചില സംവിധായകർ പറയുന്നുണ്ട് മോണിറ്റർ വന്നു, മോണിറ്ററിൽ നോക്കുമ്പോൾ നമുക്ക് സംവിധായകന് സംതൃപ്തി തോന്നുന്നു. കാര്യം ചെറിയ ചെറിയ പിഴവുകൾ പോലും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു സംവിധായകന് ഇത് ഭാവനയിലല്ലേ കാണാൻ പറ്റൂ? കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മൾ പിക്ചറൈസ് ചെയ്യണ്ടേ, അല്ലേ? അതുകൊണ്ടാണ് സംവിധായകൻ വന്നിട്ട് ഒരു സിനിമാറ്റോഗ്രാഫറുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം സംവിധായകൻ മനസ്സിൽ കാണുന്നത് വേണം ക്യാമറമാൻ അത് പിക്ചറൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അത്രയധികം വളരെ ക്ലോസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സത്യം. അപ്പോൾ ഒരു ക്ലോസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസപ്പ് എത്ര വെക്കണം എന്നുള്ള കാര്യം ഇവർ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഒരു സംവിധായകൻ ഒരു ക്ലോസപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫേസിൻ്റെ ഇത്ര ആയിരിക്കും, ചിലർക്ക് ഇത്രയായിരിക്കും, ചിലർക്ക് ഇത്രയായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സിനിമകളിലും ഇപ്പോഴൊക്കെ കുറേ നിർബന്ധം പിടിച്ച എല്ലാവരുമൊക്കെ ടൈം മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സായി. എന്നാലും ചിലപ്പോൾ സംവിധായകരെ നേരത്തെ എത്തും, ആർട്ടിസ്റ്റ് ലേറ്റ് ആവാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആവും. പക്ഷെ ഒരു ലൈറ്റപ്പ് ചെയ്യാനും ഒരു ക്യാമറയുടെ ആ ഭാഗത്തുനിന്നും എത്രത്തോളം അത്തരം കാര്യങ്ങളൊക്കെ സഹിക്കും അല്ലെങ്കിൽ ക്ഷമിക്കും, അങ്ങനത്തെ അവസരങ്ങൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് കാരണം ഒന്നാമത് നമ്മളിപ്പോഴും ഒരു പ്രൊഫഷണൽ രീതിയിലല്ല അപ്രോച്ച് ചെയ്യുന്നത്. എന്താണ് പ്രൊഫഷണൽ രീതി? പ്രൊഫഷണൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം അവർ വന്ന് അഭിനയിച്ച് പോകുക എന്നാണ്. അതല്ല വേണ്ടത്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് ഡയലോഗ് പഠിക്കണം, അത് പാർട്ട് ഓഫ് ആക്ടിങ് ആണ്. ഇപ്പോൾ ഇവിടെ എത്ര ആളുകൾ ഡയലോഗ് പഠിച്ചിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്? ഡയലോഗ് കാണാപ്പാടം പഠിച്ചിരിക്കണം. കാരണം നമ്മൾ വെറുതെ ഗോഷ്ടി കാണിച്ചു പോകുന്നത് മാത്രമല്ല, നമ്മൾ പറയണം, ഡയലോഗ് പറയണം, കൃത്യമായിട്ട് പറയണം. അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റുമോ? അങ്ങനെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ സിങ്ക് സൗണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡയലോഗ് പഠിച്ചല്ലേ പറ്റുള്ളൂ. സത്യം പറ്റുള്ളൂ. ഡബ്ബിങ് വന്നതുകൊണ്ട് ഒരു ഇതെന്താൽ എന്തെങ്കിലും അറിയുക, ഡയലോഗ് പഠിക്കില്ല, എന്തെങ്കിലും അവിടെ നിന്ന് പ്രോംപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് എന്തെങ്കിലും ചുണ്ടനൊക്കെ ഇട്ട് പോകുക എന്നുള്ള രീതി വന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കുഴപ്പങ്ങൾ പറ്റിയത്. കാരണം ആദ്യകാലത്ത് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഡയലോഗ്സ് അപ്പം തന്നെ എല്ലാം റെക്കോർഡ് ചെയ്യാനുണ്ടായത് ആദ്യമാണ്. പിന്നെ ഇടയ്ക്ക് സ്റ്റുഡിയോയിൽ നിന്ന് സിനിമ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഡയലോഗ് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ആണ് ഈ ഡബ്ബിങ് തുടങ്ങിയത്. ഡബ്ബിങ് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അത് വളരെ ഒരു എളുപ്പ വഴിയായിട്ട് മനസ്സിലായി. ഡയലോഗ് പഠിച്ചില്ലെങ്കിലും സാറില്ല, അവിടെ നിന്ന് ആരെങ്കിലും പറയും, അതിനനുസരിച്ച് നമ്മൾ. അപ്പോൾ ഈ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്യുന്ന ആളിൻ്റെ ഇതുപോലെ ഇരിക്കും, സ്പീഡ് പോലെ ഇരിക്കും ഇവിടെ ഡയലോഗ് പറയും. ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും അടുത്ത ഡയലോഗ് കേൾക്കാൻ, എന്നിട്ട് പിന്നെ പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയാണ്. പിന്നെ വേറൊരു രീതി എന്താണ്, ആ കാലത്ത് ഉള്ള രീതി എന്നാൽ ആർട്ടിസ്റ്റുകൾ തന്നെ ലൈറ്റിങ്ങിന് ഇരുന്ന് കൊടുക്കും. കാരണം ഓരോരുത്തരുടെ ഫേസ്
ഓരോ ഷേപ്പാണ്. അപ്പോൾ അവരുടെ ഫേസിനനുസരിച്ച് വേണം നമ്മൾ ലൈറ്റപ്പ് ചെയ്യാൻ. ലൈറ്റപ്പിനനുസരിച്ച് ഒരു ലൈറ്റപ്പിൽ ഒരാളെ വളരെ സുന്ദരനും സുമുഖനും വൃത്തികേടും ആക്കാമല്ലേ? ആക്കാം. കാരണം ഇപ്പം നമ്മൾ വന്നിട്ട് വളരെ ഒരു സ്ട്രോങ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫേസിലുള്ള കുണ്ടുകുഴിയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളുടെ ഫേസ് വന്നിട്ട് വളരെ പെർഫെക്റ്റായിട്ട് ഇരിക്കണമെന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒരാളുടെ ലെഫ്റ്റ് സൈഡായിരിക്കും നല്ല ഇതായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് സൈഡായിരിക്കും. ഈ പ്രൊഫൈല് സൈഡ് പ്രൊഫൈൽ ചില പ്രൊഫൈൽ നന്നായിരിക്കും, അല്ലെങ്കിൽ 3/4 നന്നായിരിക്കും. ചിലർക്ക് ടോപ്പിൽ നിന്ന് ലൈറ്റ് കൊടുത്താൽ അവരുടെ ഫേസിൻ്റെ ഹൈലൈറ്റ്സൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ലൈറ്റിങ്ങിൽ കൂടെയാണ് ചെയ്യുന്നത്. ഇത്തരം അവസരങ്ങളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതല്ലായിരുന്നു, ഇതായിരുന്നു കാരണം, ഇതുകൊണ്ടാണ് ലേറ്റ് ആയത് എന്നൊക്കെ? അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. കാരണം അവരുടെ വിചാരം അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഷോട്ട് എടുക്കണമെന്നാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇനി ലൈറ്റിംഗ് തീർന്നില്ല. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വന്നാലേ നിങ്ങളുടെ ഫേസിനനുസരിച്ച് ലൈറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോളിവുഡിൽ എന്ത് പറഞ്ഞാൽ ഇതിനായിട്ട് പ്രത്യേകം അതേപോലെ ഡ്രസ്സിട്ട് അതേപോലെ ഹൈറ്റുള്ള അതേ സ്റ്റാൻഡിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡ്യൂപ്പായിട്ട് ഡ്രസ്സ് ചെയ്ത്, അപ്പോൾ ഏത് ഇപ്പോൾ ഞാൻ ബ്ലൂ ആണെങ്കിൽ അവരും ബ്ലൂ ആയിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് നിൽക്കും. അപ്പോൾ അവരെ വെച്ചിട്ട് ലൈറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് അവരുമായിട്ട് മാച്ചിങ് ആയിരിക്കും ലൈറ്റിങ്. അപ്പോൾ ആ രീതിയിൽ ലൈറ്റപ്പ് ചെയ്തിട്ട് പോകാറുണ്ട്. അപ്പോൾ പിന്നെ വേറൊന്നിൽ ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടുപേർ ഡയലോഗ് സംസാരിച്ചുകൊണ്ട് വരുന്നത്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ലൈറ്റിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഒരാളുടെ ഷാഡോ അടുത്ത ആളുടെ ഫേസിൽ വരില്ല. അപ്പോൾ ഇവരിൽ വന്നിട്ട് പഴയ ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവർ ചോദിക്കും, ഏതാണ് എൻ്റെ ലൈറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കീ ലൈറ്റ്, അപ്പോൾ ഷാഡോ വരുന്നുണ്ടെന്ന് നോക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ ഷാഡോ ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. പിന്നെ കറക്റ്റ് മാർക്കിൽ വരണം. കാരണം മാർക്കിൽ വന്നാലേ ഫോക്കസ് വരുള്ളൂ. കാരണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഴയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്യാറുണ്ട്. കാരണം അവർക്കറിയാം അവരുടെ ഫേസാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ സുമാർ ചേച്ചിയൊക്കെ അവർ ആരെങ്കിലും നിർത്തി ലൈറ്റപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അവർ പറഞ്ഞു ഞാൻ നിൽക്കാം. അവർ ആ പ്രായമായ പോലും അവർ ചേച്ചി പോയി ഇരിക്കാൻ ഞങ്ങൾ ലൈറ്റപ്പ് ചെയ്തിട്ട് വിളിക്കാം. അല്ല വേണ്ട എൻ്റെ മുഖമല്ലേ വരുന്നത് സ്ക്രീനില്ല, ഞാൻ ഇരുന്ന് കൊടുക്കാമെന്ന് പറയും. അങ്ങനെയാണ്. കാരണം അവരുടെ ഫേസാണ് സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് നിന്നാലേ അവരുടെ ഫേസ് നല്ല രീതിയിൽ സ്ക്രീനിൽ വരുമെന്ന് അവർക്കറിയാം. അപ്പോൾ ഇത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഒരു ബോധവാന്മാരില്ല. നേരത്തെ പറഞ്ഞു ഡയലോഗ് ഡെലിവറി, പ്രോംപ്റ്റിങ്ങിലുള്ള താമസം, അത് കേട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആ വരുന്ന ഗ്യാപ്പ് നിരവധി ആർട്ടിസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് വർഷങ്ങളോളം. 71 മലയാള സിനിമയിൽ പ്രവേശിച്ചതാണ് ബാബുചേട്ടൻ്റെ അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വാസ്റ്റാണ്. അപ്പോൾ ഏറ്റവും നല്ല പ്രോംപ്റ്റിംഗ് വേണ്ട, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഡയലോഗ് നേരത്തെ പഠിക്കുന്നു, ഇത്തരം ബാബുചേട്ടനെ സ്വാധീനിച്ച ഒരു നടൻ അല്ലെങ്കിൽ നടി ആരായിരിക്കും? സ്വാധീനിച്ചത് ഈ പഴയ തലമുറയിലുള്ളവരെല്ലാം അങ്ങനെയാണ്. അവർ ഇപ്പോൾ ഈ പ്രോംപ്റ്റിങ്ങിന് താല്പര്യമില്ലാത്തവരാണ്. അവരെല്ലാം പഠിക്കാറുണ്ട്. അവർ ഡയലോഗ് ഞാൻ പഠിക്കാം, പ്രോംപ്റ്റിംഗ് ഒന്നും. കാരണം എന്തായാലും ഇവരുടെ പ്രോംപ്റ്റിംഗ് വരുമ്പോൾ തന്നെ ഇവരുടെ നാച്ചുറലായിട്ടുള്ള ഡയലോഗ് ഡെലിവറി തന്നെ ശ്രദ്ധ അവിടെ പോകും. ഷമ്മി കപൂർ ബൈബിളിൻ്റെ സീരിയലിൽ അഭിനയിക്കാൻ വന്നിട്ട്, അപ്പോൾ അദ്ദേഹം വന്നിട്ട് തലേദിവസം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ച് അതിൻ്റെ ഇത് വേണം, സ്ക്രിപ്റ്റ് വേണം. എന്നിട്ട് അദ്ദേഹം കംപ്ലീറ്റ് ഡയലോഗ് കാണാപ്പാടം പഠിച്ച് പിറ്റേ ദിവസം സെറ്റ് വന്നപ്പോഴത്തേക്ക് ചോദിച്ച് ഡയലോഗ് പഠിച്ച് ഓക്കെ എന്നത് പുള്ളി തുടങ്ങിയപ്പോഴത്തേക്ക് അഭിനയിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പുറത്ത് നിന്ന് പ്രോംപ്റ്റിങ് ഒപ്പം തുടങ്ങി. പുള്ളി വന്ന് നിർത്ത്, എനിക്ക് പ്രോംപ്റ്റിങ് വേണ്ട, കാരണം ഇത് എൻ്റെ ഇതാണ്, എൻ്റെ ജോലിയാണ്. അപ്പോൾ ഇത് പഠിച്ചിരിക്കണമെന്ന് എൻ്റെ ജോലിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, പ്രോംപ്റ്റിങ് വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഫുൾ ഡയലോഗ്സ്, വളരെ ലെങ്തി ഡയലോഗ്സ് മുഴുവൻ കാണാപ്പാടം പഠിച്ച് തയ്യാറെടുത്ത് തന്നെ വരുന്നത്. അപ്പോൾ ആ രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പി ജെ ആൻ്റണി അദ്ദേഹം നിർമ്മാണത്തിൽ അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം
ഒന്നും ഈ വെളിച്ചപ്പാടിൻ്റെ എന്താണെന്ന് പോലും അറിയാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ MT പറഞ്ഞു കൊടുത്ത് ഇതാണ് വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഒരു വെളിച്ചപ്പാടിനെ വരുത്തി ദക്ഷിണ കൊടുത്ത് വെളിച്ചപ്പാടിൻ്റെ സ്റ്റെപ്സ് തുള്ളലും വെളിച്ചപ്പാട് കൽപ്പന കൊടുക്കുന്നുണ്ട്. പിന്നെ ചില മാനേഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും മുടി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചെയ്യും, രണ്ട് കൈ കൊണ്ട് മാറി മാറി മുടി ഒതുക്കുന്ന ഒരു രീതിയുണ്ട് വെളിച്ചപ്പാട്. പിന്നെ വാള് പിടിക്കുന്ന രീതി, കൽപ്പന കൊടുക്കുന്ന പല തരത്തിലാണ് വെളിച്ചം. അപ്പൊ ഇത് മുഴുവനും അദ്ദേഹം പഠിച്ചെടുത്ത് മാത്രമല്ല ഈ ചിലമ്പെന്നൊക്കെ പറഞ്ഞാൽ ഒരു 1-1.5 കിലോ കാണും. അപ്പോൾ അത് കാലിലിട്ട് തുള്ളുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാലിൽ അടിച്ച് പൊട്ടി രക്തം വരും. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത്രയും വർഷത്തൊരു യാത്രയാണ്. ഇതിൽ ഒരു സംവിധായകനാണ് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സിനിമാറ്റോഗ്രാഫർക്കും ഒപ്പം സ്ഥാനമുണ്ട് പല കാര്യങ്ങളിലും, ഷോർട്ട് ഡിവിഷനിൽ വരെ. അപ്പോൾ ഇത്തരം സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എപ്പോഴെങ്കിലും ഷെയർ ചെയ്ത് അത് വളരെ ക്ലിക്കായി ജനങ്ങൾ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട് അത്തരം മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അത് പലപ്പോഴും പല സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും ചിലപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ ആയാൽ പോരെ, അല്ലെങ്കിൽ അങ്ങനെ പല സിനിമകളിലും സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ അവസാനിപ്പിക്കാമെന്ന് വരുമ്പോഴത്തേക്ക്, കാരണം അല്ലെങ്കിൽ ചില ബാക്ക്ഡ്രോപ്പ് അങ്ങനെ പല അങ്ങനെ ഉദാഹരണത്തിന് ഓർമ്മ വരുന്ന ഒരു സിനിമ പറയുകയാണെങ്കിൽ ഒരു പല സിനിമകളിലും ഉണ്ട്. അപ്പോൾ അതിലെ ഒരു പർട്ടിക്കുലറായിട്ട് എടുത്ത് പറയാനായിട്ട് അങ്ങനെ ഇതില്ല. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ അത് ഇന്ന രീതിയിൽ ചെയ്താൽ കൊള്ളാമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വടക്കൻ വീരഗാഥയിലെ ഒരു ചന്ത് കുതിരപ്പുറത്ത് വരുന്ന സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് രാത്രിയാണ് നിലാവുള്ള രാത്രിയിലാണ് വരുന്നത് ഇതൊക്കെ. അപ്പോൾ ഇത് പിക്ചറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഷൂട്ട് ചെയ്യാൻ പാടാണ്. കാരണം രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്നതിന് ഒരുപാട് വൈഡ് ഏരിയ, അത്രയും ഏരിയ ലൈറ്റപ്പ് ചെയ്ത്, കാരണം കുതിരപ്പുറത്ത് വരുന്നതുകൊണ്ട് ഇപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്ന സീനാണെങ്കിൽ കുതിര ഒരുപാട് ഏരിയ ഓടി വരുമ്പോഴത്തേക്ക് വലിയ ലാൻഡ്സ്കേപ്പ് തന്നെ ലൈറ്റപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് അത് ഡേ ഫോർ നൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് പകലിൽ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റായിട്ട് കാണിക്കുക എന്നുള്ള. അന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു കാവ് നമുക്ക് അന്ന് ഇഷ്ടം പോലെ കാവ് ഉണ്ട്, ഇല്ലെങ്കിൽ സൃഷ്ടിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ പഴമയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചലഞ്ചാണ്. അങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് യുഗപുരുഷനാണ്. യുഗപുരുഷനിൽ പഴയ ഗുരു താമസിച്ച സ്ഥലവും ആ ലൊക്കേഷനും ഒക്കെ കണ്ടെത്തണം. ആ ഒരു യാത്ര എങ്ങനെ കാണുന്നു ഭാവിച്ചിട്ട്? എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു അത്? അത് വളരെ എൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ഫേസ് ചെയ്ത ഒരു സിനിമയായിരുന്നു. കാരണം ഇതിൻ്റെ ഒരുപാട് ലൊക്കേഷൻസ് ഉള്ളത് ഏതാണ്ട് ഒരു 10-100 വർഷം മുമ്പുള്ള ലൊക്കേഷൻസാണ് വേണ്ടത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പോയപ്പോഴത്തേക്ക് അതെല്ലാം കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. സത്യം, എല്ലാ സ്ഥലവും മാറിയിരിക്കുകയാണ്. ഒരു സ്ഥലം പോലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തല്ല. അപ്പോൾ മുഴുവനും റീക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നാൽ ഈ പറഞ്ഞ ലൊക്കേഷനുകളെല്ലാം ഞങ്ങൾ പോയി കാണുകയാണ് ഉണ്ടായത്. എല്ലാ സ്ഥലത്തും പോയി ലൊക്കേഷനിലെല്ലാം കണ്ട്, ഇപ്പോൾ ഇവിടെ ശിവഗിരിയും അതുപോലെ തന്നെ ചെമ്പഴന്തി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും, പിന്നെ ഗുരു സ്ഥാപിച്ച അമ്പലങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയി. അപ്പോൾ ഇതെല്ലാ സ്ഥലം, പിന്നെ വൈക്കം സത്യാഗ്രഹം നടന്ന സ്ഥലം, അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളും പോയി നോക്കിയിട്ട് അതിൻ്റെയൊക്കെ അവിടുത്തെ ഡയമെൻഷൻസ് എല്ലാം, മെഷർമെൻറ്റ്സ് എല്ലാം എടുത്ത് പിന്നെ അതേപോലെയുള്ള ലാൻഡ്സ്കേപ്പുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു 10-40 ദിവസം എടുത്ത് അതിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി മാത്രം 40-40ഓളം ദിവസം എടുത്ത് തമിഴ്നാട്ടിലും ഇവിടെ
കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും പോയി നോക്കി അതിൻ്റെ പറ്റിയ ലൊക്കേഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് പലപ്പോഴും പല ലൊക്കേഷൻസ് നമുക്ക് പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റ് പോലുള്ള സ്ഥലങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ അതെ, അന്നത്തെ കാലം വേണം ശരിക്കും. അതെ, അന്നത്തെ കാലത്ത് കാര്യം തീർച്ചയായിട്ടും നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് നമ്മളെ ആ കാലത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വായിച്ച് കേട്ടിട്ടുണ്ട്. ബാബുചേട്ടനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അറിയാം. ബാബുചേട്ടൻ്റെ കയ്യിൽ അമൂല്യ നിധിയാണ് ഇരിക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളത്. ഒരുപാട് ഫോട്ടോസിൻ്റെ കളക്ഷൻ. എങ്ങനെ ഇത് ഡോക്യുമെൻ്റ് ചെയ്യണം തോന്നി? ഡോക്യുമെൻ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇപ്പോൾ ചില സിനിമകളുടെ സാധാരണ ഷൂട്ടിംഗ് സമയത്ത് ആരുടെയെങ്കിലും ഒക്കെ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കുറേ വർക്കിംഗ് സ്റ്റിൽസ് ചോദിച്ചു വാങ്ങിക്കാമായിരുന്നു. അപ്പം ചില ഇതിനൊക്കെ കിട്ടിയിട്ട് ചിലർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തരാമെന്ന് പറയും, പിന്നെ കിട്ടാറില്ല. അപ്പോൾ എൻ്റെ ആദ്യകാലത്തെ പല സിനിമകളുടെയും വർക്കിംഗ് സ്റ്റിൽസ് എൻ്റെ അടുത്ത് ഇല്ല. ആ സിനിമകൾ തന്നെ ഇപ്പോൾ എവിടെയും കാണാനില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ ചെയ്തൊക്കെ അല്ലേ. അപ്പോൾ പലതിൻ്റെയും നെഗറ്റീവ്സും മറ്റതും ഇല്ലാതായിപ്പോയി. പിന്നെ അങ്ങനെ കുറേ ഫോട്ടോസ് കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കുറേ കളക്ഷൻസ് എൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ എൻ്റെ സിനിമ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ എഴുതി വന്നപ്പോഴത്തേക്ക് അപ്പോൾ അതിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് കുറേ ഫോട്ടോസ് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ. ബാബുചേട്ടൻ ജനിച്ചതും പഠിച്ചതും ഒക്കെ തമിഴ്നാട്ടിലായതുകൊണ്ടാണ് മലയാളം കുറച്ച് വായിക്കാനും എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ മലയാളം ഒരുപാട് പഠിച്ചിട്ടില്ല എന്നൊരു പ്രാവശ്യം. അപ്പോൾ വീട്ടിലും മലയാളം? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചത് മുഴുവൻ തമിഴ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ മുഴുവൻ അവിടെ ആയതുകൊണ്ട് ബേസിക്കായിട്ട് തമിഴിലാണ് എഴുതുന്നതും പഠിക്കുന്നതൊക്കെ. അങ്ങനെയാണ് വന്നത്. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴാണ് കുറച്ചുകൂടെ മലയാളം പഠിച്ചു തുടങ്ങിയത്. കാരണം അവിടെ കുറേ മലയാളികളായ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആ കാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് കൂടുതലും മലയാളികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ KG ജോർജ് ഉണ്ടായിരുന്നു, പിന്നെ ആസാദ്, കബീർ റാവുത്തർ, GS പണിക്കർ, മുരളി എന്ന് പറഞ്ഞ സൗണ്ടിൽ ഉണ്ടായിരുന്നു, പിന്നെ ജോൺ അബ്രഹാം, ആസാദ്, അപ്പോൾ ഇങ്ങനെ കൂടുതലും മലയാളികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വളരെ 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നത്. കൂടുതൽ മലയാളികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് കൂടുതൽ മലയാളികളായിട്ട് കുറേ പഠിച്ച് പിന്നെ മലയാള സിനിമയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ മലയാളം പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ പിന്നെ ആദ്യകാലത്തൊക്കെ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ, മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാ. ആരെങ്കിലും വായിച്ച് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ MTയുടെ നിർമ്മാലയത്തിൽ വർക്ക് ചെയ്തപ്പോഴും ആസാദാണ് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ചു കേൾപ്പിക്കുന്നത്. അത് ശരി. ബാബുചേട്ടൻ ഒരു അക്കാഡമിക് അപ്രോച്ചാണ് എപ്പോഴും സിനിമയുടെ അടുത്ത്. നമ്മൾ തന്നെ ഒരു 3-4 വർഷം അക്കാഡമിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഒരു പേർപ്പസ്ഫുൾ അപ്രോച്ചായിരിക്കണം, അതല്ലാതെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായി പോകരുതെന്ന്. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ലെങ്കിൽ അങ്ങനെ ഇൻഡസ്ട്രിയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാൽ ഇത് എൻ്റർടൈൻ ചെയ്യുകയും വേണം, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു സന്ദേശം, എന്തെങ്കിലും നല്ല സന്ദേശം കൊടുക്കുകയും വേണം. കാരണം ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാവരും ഒരു മാസിനെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു മീഡിയ ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ അത് നല്ല റിസൾട്ട്സ് ഉണ്ടാകും. പക്ഷെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്താൽ നല്ല രീതിയിൽ വന്നാൽ എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ പലപ്പോഴും തിയേറ്ററിൽ ഓടാറില്ല. എന്തുകൊണ്ടാണ്? അതൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനൊരു കാരണം എന്താണെന്നാൽ നമ്മുടെ കോൺസെപ്റ്റ് ഏതാണ് നല്ല സിനിമ എന്നുള്ളത് ഡിഫറെൻ്റാണ്, ഓരോരുത്തർക്കും ഒരു രീതിയിലാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട്
വാട്ട് ഈസ് സിനിമ എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോറി ടെല്ലിംഗ് ആണ്, ഒരു കഥ പറയാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ കാലങ്ങളായിട്ട് പല മീഡിയയിൽ കൂടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. കേവ് മാൻ തൊട്ട് നമ്മളിങ്ങനെ കഥ പറയുന്നതിൽ കഥ കേൾക്കാൻ ആൾക്കാർ താല്പര്യമാണ് കഥ. അപ്പോൾ ഈ കഥ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ പുരാണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാകും. അതേ സമയത്ത് അതിലൊരു നല്ലൊരു മോറൽ ഉണ്ടാകും. അപ്പോൾ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പുരാണം, ഇപ്പോൾ മഹാഭാരത, രാമായണം ഇപ്പോഴും വാലിഡാണ്. സത്യം. കാരണം അത് കഥയിൽ കൂടി നല്ല കാര്യങ്ങൾ പറഞ്ഞു പോകും. അതെ, സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് കഥയാണ്. അപ്പോൾ പലരും ഇത് മറന്നിട്ട് അവർ ചില ആശയങ്ങൾ പറയാനായിട്ട് ഇത് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം നല്ലൊരു കഥയുണ്ടെങ്കിൽ അതിൽ കൂടി ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബ്ലെൻഡിങ് ഉണ്ടായാൽ അത് നല്ല സിനിമയായിട്ട് മാറും. നല്ല സിനിമകൾ ജനിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.